ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2018 ഒരു ജാപ്പനീസ് മിസ്റ്ററി ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി ക്രൈംസ് ദാറ്റ് ബൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ബാർ നടത്തുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് മറ്റൊരു സ്ത്രീ വന്നിട്ട് എനിക്കൊരു ജോലി വേണമെന്ന് ഇങ്ങനെ ആവശ്യപ്പെടും. പക്ഷേ ഇതാരാണെന്ന് പോലും അറിയാതെ അവർക്ക് എങ്ങനെ ജോലി കൊടുക്കും? അതുകൊണ്ട് അവളുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ മകനെ ഉപേക്ഷിച്ചിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്കത് ജോലി വേണം. നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷേ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രം എന്നോട് ചോദിക്കരുത് എന്നിങ്ങനെ പറയുന്നതും ആ ബാർ നടത്തുന്ന സ്ത്രീക്കാണെങ്കിൽ ആളെ ആവശ്യമുള്ളത് കൊണ്ട് ആ ഒരു സ്ത്രീയെ ജോലിക്കെടുക്കാണ്. അതുമല്ല ഇവരോടൊപ്പം നിൽക്കുന്ന അത്രയും കാലഘട്ടത്തിൽ ഒരു പ്രശ്നവും അവരുണ്ടാക്കിയിട്ടുമില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഈ ബാർ നടത്തുന്ന സ്ത്രീ ആണെങ്കിലും ഇടയ്ക്ക് ഇവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ മകനെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് വരാനായിട്ട് നിന്റെ ഭർത്താവ് നിന്നെ ഉപദ്രവിക്കുകയോ അവൻ നിന്നെ ചതിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവരൊന്നും അതിനൊരു കാരണമല്ല, ഞാൻ തന്നെയാണ് കാരണം. എൻ്റെ ഭർത്താവിന് നല്ലൊരു ഭാര്യയാവാനും എൻ്റെ മകന് നല്ലൊരു അമ്മയാവാനും എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അവരെ വിട്ട് ഇവിടേക്ക് വന്നത് എന്ന് മാത്രമേ അവൾ പറയത്തുള്ളൂ. അതിൽ കഴിഞ്ഞിട്ട് അവളെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും ഇവരോട് പറയത്തില്ല. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ ജീവിതമാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ വർഷം ഇപ്പോൾ 1997 കാലഘട്ടത്തിൽ കാണിക്കുമ്പോൾ ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന ആ ഒരു സ്ത്രീക്ക് അവരുടെ പേര് തജിമ യുറീക്കോ എന്നാണ്. അപ്പോൾ ഇത്രയും കാലം ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന അവർക്ക് ഇപ്പോൾ പുതിയൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ്. ആ ബോയ് ഫ്രണ്ടിന്റെ പേര് വതാബെ എന്നാണ്. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ആ ഒരു ജീവിതവും പിന്നീട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ വർഷം 2001 തജിമ യുറോക്കോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ ഇപ്പോൾ ഹൃദയാഘാതം കാരണം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു വിവരം പോലീസിനോട് പറയുന്നതും പോലീസ് ആണെങ്കിലും ഇവരുടെ കുടുംബത്തെ പറ്റി അറിയാവുന്ന ആ ബാർ നടത്തുന്ന ലേഡിയോട് ചോദിക്കുമ്പോൾ അവൾക്കൊരു മകനും ഭർത്താവ് ഉണ്ടെന്ന് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും എനിക്കറിയത്തില്ല. പിന്നെ അവൾക്കൊരു കാമുകനുണ്ട് വതാബെ എന്നുള്ള കാര്യം പോലീസിനോട് പറഞ്ഞിട്ട് വതാബെ എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ കാമുകനോട് ഈ ഒരു കാര്യം വിളിച്ചു പറയുന്നതും അയാളാണെങ്കിലും നല്ല രീതിയിൽ വിഷമിക്കുകയും ചെയ്യുന്നു. അതുമല്ലാതെ അവളുടെ ശവസംസ്കാര ചടങ്ങിനെ വതാബെ ഒരിക്കലും വന്നിരുന്നതുമില്ല. അതുമല്ലാതെ ആ ഒരു ബോയ് ഫ്രണ്ട് മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. തജിമ യുറോക്കോ എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് ഒരു 10 വയസ്സുള്ള മകനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ഇത്രയും വർഷം കഴിയുന്നത് കൊണ്ട് എന്തായാലും അവൻ വളർന്ന് വലുതായിട്ടുണ്ടാവും. അതുകൊണ്ട് അവന്റെ അഡ്രസ്സ് ഈ ബാർ ലേഡിക്ക് എഴുതി കൊടുത്തിട്ട് അവന്റെ അമ്മ മരിച്ചെന്നുള്ള കാര്യം അവനോട് പറയണമെന്ന് ആ ഒരു സ്ത്രീയോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ബാർ നടത്തുന്ന സ്ത്രീ ആണെങ്കിലും ആ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ അയച്ച് അവരുടെ മകനോട് അവിടേക്ക് വരാൻ പറയാണ്. അപ്പോ ഈ വരുന്നതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ കോച്ചിറോ കാഗ. ഈ ജാപ്പനീസ് പേരായതുകൊണ്ടാണ് ഇങ്ങനെയല്ല, നമുക്ക് എന്തായാലും ഹീറോ എന്ന് തന്നെ വിളിക്കാം. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലും അവിടേക്ക് വന്നിട്ട് തന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ അമ്മയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിഞ്ഞ അവൻ ആ ബോയ് ഫ്രണ്ടിനെ കാണാനായിട്ട് തീരുമാനിച്ച് അവൻ എവിടെയുണ്ടെന്ന് അന്വേഷിക്കുമ്പോൾ ഇല്ല, അയാളുടെ പേര് മാത്രമേ എനിക്കറിയത്തുള്ളൂ, അതുമല്ലാതെ ടോക്കിയോയിൽ എവിടെയാണ് താമസിക്കുന്നത്, കൂടാതെ ഏതോ ഒരു പവർ പ്ലാന്റിൽ ജോലി ചെയ്തിട്ടുണ്ടെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറയുന്നതും അങ്ങനെയാണെങ്കിൽ അവന്റെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതുപോലും അവരുടെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ അമ്മയുടെ റൂമിലുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് ആ ഒരു ബോയ് ഫ്രണ്ടിനെ അന്വേഷിച്ച് ഹീറോ ഇങ്ങനെ പോവാണ്. കാരണം എന്താ വെച്ചാൽ കുട്ടിക്കാലത്ത് നമ്മുടെ ഹീറോയെ വിട്ട് പോയതല്ലേ, തന്റെ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ ആ ബോയ് ഫ്രണ്ടിനോട് ചോദിച്ച് മനസ്സിലാക്കാന്നുള്ള രീതിയിലാണ് ഹീറോയും അവനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുന്നത്. പക്ഷേ നമ്മുടെ ഹീറോ ആ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോൾ 16 വർഷങ്ങൾ കഴിഞ്ഞു. ഈ 16 വർഷത്തിലും അയാളെ കണ്ടുപിടിക്കാനായിട്ട് ഹീറോയെ കണ്ട് കഴിഞ്ഞില്ല. ഇപ്പോൾ 2001 നിന്നും വർഷം 2017 അങ്ങനെ 2017 കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഒരു പെണ്ണിന്റെ ശരീരം ഒരു വീടിനകത്ത് നിന്ന് കണ്ടുപിടിക്കുന്ന പോലീസുകാരെ. അതുമല്ലാതെ ആ ഒരു പെണ്ണിപ്പോൾ മരിച്ചിട്ട് ഏകദേശം 20 ദിവസമായി. ഇപ്പൊ 20 ദിവസം ആയതുകൊണ്ട് തന്നെ എന്തായാലും ആ ഒരു പെണ്ണിന്റെ ശരീരം അഴുകി പുഴു വരെ എടുത്തു. ഇപ്പൊ ഈ ഒരു പെണ്ണ് എങ്ങനെ മരിച്ചു, ഇവൾ ആരാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ ഈ മൂവിയിലെ സെക്കൻഡ് ഹീറോ. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഹീറോയുടെ പേര് സൂഹി എന്നാണ്. അങ്ങനെ ഇപ്പൊ മരിച്ച ആ ഒരു പെണ്ണിന്റെ വീട്ടിലെ തെളിവുകളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വീടിനകത്തേക്ക് കയറി ഓരോ ഇടങ്ങളിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ആ വീടിനകത്ത് ഒരു കലണ്ടർ തൂക്കിയിട്ടേക്കുന്നു. അപ്പോൾ ഒരു സാധാരണ കലണ്ടർ അതെല്ലാവരുടെയും വീട്ടിലുണ്ടാവത്തില്ലേ, അതിൽ ഇത്ര പ്രത്യേകത എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കലണ്ടറിൽ ഓരോ പേജിലും ഓരോ മാസങ്ങളായിരിക്കുമല്ലോ, ആ ഓരോ മാസത്തിലും ഈ ഒരു സിറ്റിയിലുള്ള പലയിടങ്ങളിലെ പാലങ്ങളുടെ പേരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ജനുവരിയിൽ ഒരു പാലത്തിന്റെ പേര്, ഫെബ്രുവരിയിൽ അടുത്തൊരു പാലത്തിന്റെ പേര്, ഇങ്ങനെ എല്ലാ മാസങ്ങളിലും ഓരോരോ പാലത്തിന്റെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ കലണ്ടറിൽ ഈ ഒരു കാര്യം ചെയ്തത് ആരായിരിക്കും? അങ്ങനെ അത് കഴിഞ്ഞിട്ട് മരിച്ചുപോയ ആ ഒരു സ്ത്രീയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരുന്നല്ലോ, ആ ഒരു സ്ത്രീ ആരാണെന്ന് ഇപ്പൊ കണ്ടുപിടിച്ചു. അവരുടെ പേര് ഓഷിതാനി മിച്ചിക്കോ. 40 വയസ്സ് പ്രായമുണ്ട്. അതുമല്ലാതെ അവരൊരു കെയർ ടേക്കർ ആയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ഏകദേശം ഒരു മാസത്തിന് മുന്നേ മെയ് 14 ആ സ്ത്രീയുടെ കഴുത്ത് ഞെരിച്ചാണ് അവരെ കൊന്നിട്ടുള്ളത്. അതുമല്ലാതെ ഇവര് ഈ ഒരു നാട്ടുകാരിയല്ല, മറ്റൊരു നാട്ടുകാരിയാണ്. അവരിവിടെ എന്തിനു വരണം എന്നൊരു ചോദ്യം പോലീസിനുണ്ട്. അതേപോലെ തന്നെ ഇവര് മരിച്ചു കിടന്ന ആ ഒരു വീട്ടിലെ യഥാർത്ഥ ഉടമസ്ഥനുണ്ടല്ലോ, അയാളെ മെയ് 14 ശേഷം കാണാനുമില്ല. അതുമല്ലാതെ ആ ഒരു വീട്ടിലെ അയാളുടെ ഫോട്ടോ പോലീസിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അയൽക്കാരോടും മറ്റും ചോദിച്ച് അയാളുടെ ഒരു രേഖാചിത്രം ഇവർ വരച്ചിട്ടുണ്ട്. അപ്പോൾ മരിച്ചുപോയ ഓഷിതാനി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീയുടെ കുടുംബത്തോട് ചോദിക്കുമ്പോൾ മെയ് 12 വെള്ളിയാഴ്ച ഓഷിതാനി പതിവ് പോലെ
ജോലിക്ക് പോയി. മെയ് 15 തിങ്കളാഴ്ചയ്ക്ക് ശേഷം അവരുടെ ഒരു അറിയിപ്പും കുടുംബക്കാർക്കോ പോലീസിനോ കിട്ടിയിട്ടില്ല. അതുമല്ലാതെ മെയ് 13 ടോക്കിയോയിലെ കെബാച്ചോ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് ആ ഒരു ഹോട്ടലിൽ അവൾ താമസിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവള് മെയ് 14 മരിച്ചതായിട്ട് പോലീസ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത്. അതുമല്ലാതെ ഓഷിതാനി മരിച്ചു കിടന്ന ആ ഒരു വീട്ടിലെ കാണാതായ ആ ഒരു ഉടമസ്ഥനുണ്ടല്ലോ, അയാളുടെ പേര് കോഷിക്കാവോ എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ പോലീസ് എന്തായാലും സംശയിക്കുന്നത് കോഷിക്കാവോയാണ്. കാരണം അയാളെ പിടിച്ചു കഴിഞ്ഞാൽ ഓഷിതാനി എങ്ങനെയാണ് മരിച്ചെന്നുള്ള വിവരം ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതുമല്ലാതെ ഓഷിതാനി 2 വർഷമായിട്ട് അവള് താമസിക്കുന്ന ആ ഒരു പ്രദേശം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. പക്ഷെ ഈ ഒരു സമയത്ത് മാത്രം അവൾ എന്തിനാ അവിടെ നിന്ന് ടോക്കിയോയിലേക്ക് വരണം? ആ ഒരു കാരണവും നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ കോഷിക്കാവോ അവനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കൊലപാതകം എങ്ങനെയാണ് നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ആ ഒരു പോലീസുകാരൻ ഇങ്ങനെ പറയുന്നതും നമ്മുടെ സെക്കൻഡ് ഹീറോ സൂഹി ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് മെയ് 16 ഷിൻ കോയിവ എന്ന് പറഞ്ഞൊരു നദീ തീരത്ത് വീടില്ലാത്ത ഒരാളുടെ കൊലപാതകം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു എന്നിങ്ങനെ പറയുന്നതും ആ ഒരു പോലീസുകാർ ചോദിക്കും, ഓക്കെ എന്താണ് ആ ഒരു കേസ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഭവനരഹിതൻ ചുട്ടു കൊല്ലപ്പെട്ടു എന്നാണ് കേസിലുള്ളത്. എന്നാൽ പോസ്റ്റ്മോർട്ടം പ്രകാരം കഴുത്ത് ഞെരിച്ചാണ് അയാളെ കൊന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 2 സംഭവങ്ങളും ഒരേ കൊലപാതക രീതിയാണെന്ന് ഇങ്ങനെ പറയുന്നതും അപ്പൊ ആ ഒരു പോലീസ് ഓഫീസർ ചോദിക്കും, അല്ല രണ്ടുപേരെയും കഴുത്ത് ഞെരിച്ച് കൊന്നെന്ന് പറഞ്ഞിട്ട് ഈ 2 കേസുകൾ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷം ആ ഒരാളുടെ ശരീരം കത്തിക്കുകയായിരുന്നു. അതുകൊണ്ട് അയാൾ ആരാണെന്ന് നമുക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഓഷിതാനി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ മരിച്ച ആ ഒരു വീടും അയാൾ മരിച്ചു കിടന്ന ആ ഒരു സ്ഥലവും തമ്മിൽ അധിക ദൂര വ്യത്യാസവും ഇല്ല. ഒരുപക്ഷെ 14-ാം തീയതി കോഷികാവോ ഓഷിതാനിയെ കൊന്നതിന് ശേഷം 16-ാം തീയതി കോഷികാവോയെ വേറെ ആരെങ്കിലും കൊല ചെയ്തിരിക്കണം. അത് കോഷികാവോ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു പാലത്തിനടിയിൽ നിന്ന് കിട്ടിയ ആ ഒരു കത്തിക്കരിഞ്ഞ ശരീരം ഉണ്ടല്ലോ, ആ ഒരു ശരീരത്തിന്റെ DNA റിപ്പോർട്ട് പരിശോധിച്ചാലേ അത് കോഷികാവോ ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസുകാർ നേരെ കോഷികാവോയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ അവന്റെ DNA സാമ്പിൾസ് വല്ലതും കിട്ടുമെന്ന് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവിടെ നിന്നും അവർക്ക് ഒരു സാമ്പിൾസും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ സൂഹി സംശയിച്ചത് വെറുതെയായി. ഒരുപക്ഷെ ആ മരിച്ചുപോയത് ഹൗസ് ഓണറായിട്ടുള്ള കോഷികാവൻ ഒരു സാധ്യതയില്ലാന്ന് പോലീസ് മനസ്സിലാക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കണ്ടുപിടിക്കണമല്ലോ, നമ്മുടെ ഓഷിതാനി എന്തുകൊണ്ടാണ് അവളുടെ നാട്ടിൽ നിന്നും ടോക്കിയോയിലേക്ക് വന്നത്? അതിന്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് ഓഷിതാനി ഒരു കെയർ ടേക്കർ ആയിട്ടാണല്ലോ ജോലി ചെയ്തിരുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് ഓഷിതാനിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ തിരക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഓഷിതാനിയോട് ജോലി ചെയ്തിരുന്ന മറ്റൊരു സ്ത്രീയോട് അവൾ മരിക്കുന്നതിന് മുന്നേ ടോക്കിയോയിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന് നിന്നോട് വല്ലതും പറഞ്ഞിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവള് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുള്ള കാര്യം എന്നോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നില്ല, പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് ഒരുപക്ഷെ അവിടേക്ക് പോകാനായിട്ടൊരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു കാര്യം ഇങ്ങനെ പറയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ ഇവിടേക്ക് വന്നിരുന്നു. അതുമല്ലാതെ അന്ന് ആ ഒരു സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ ഓഷിതാനി എന്നോട് പറഞ്ഞിരുന്നു, ഈ പോകുന്ന ആ ഒരു സ്ത്രീയല്ലേ എന്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തിന്റെ അമ്മയാണത്, അതുകൊണ്ട് ഈ ഒരു കാര്യം എനിക്ക് എന്തായാലും അവളോട് പറയണം എന്ന് എന്നോട് ആ ഒരു സമയം മുതലേ അവൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഓഷിതാനിയുടെ ആ ഒരു സുഹൃത്ത് ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. ആ ഒരു കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഓഷിതാനിയുടെ സുഹൃത്തിന്റെ പേര് ഹിരോമി ആസായി എന്നാണ്. അതുമല്ലാതെ ഹിരോമി ഒരു നാടക നടിയും അതേപോലെ തന്നെ ഒരു ഡയറക്ടറും കൂടിയാണ്. ഈ നാടകമെല്ലാം എഴുതിയിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാൾ. അതുകൊണ്ട് ഹിരോമി ആസായിയോട് അവളുടെ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ഓഷിതാനി ടോക്കിയോയിലേക്ക് പോയത് എന്നുള്ള കാര്യം ഓഷിതാനിയുടെ സുഹൃത്ത് നമ്മുടെ സൂഹിയോട് പറയും. അങ്ങനെ നമ്മുടെ സൂഹി ആണെങ്കിലും ഹിരോമിയുടെ അമ്മ ഇവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവർ ഈ ഒരു നമ്പർ മുറിയിലാണ് താമസിക്കുന്നത് എന്നിങ്ങനെ പറയുന്നതും അവരെ കാണാനായിട്ട് ചെന്നിട്ട് ഓഷിതാനിയുടെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പറയും, ഈ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും ഇവര് കഴിഞ്ഞ മാസം കൊല്ലപ്പെട്ടു, അതുമല്ല നിങ്ങളെക്കുറിച്ചുള്ള കാര്യം നിങ്ങളുടെ മകളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ത്രീ ടോക്കിയോയിലേക്ക് പോയത്, അതുകൊണ്ട് നിങ്ങളുടെ മകള് ടോക്കിയോയിലാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അവരുടെ മകളെ ഇഷ്ടമല്ലാത്ത രീതിയിൽ ഇങ്ങനെ വെറുപ്പോടെ സംസാരിക്കുന്നു. അതുമല്ല എനിക്കൊന്നും അറിയത്തില്ല, എന്നോടൊന്നും ചോദിക്കരുതെന്നെല്ലാം പറഞ്ഞിട്ട് അവർ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് നമ്മുടെ സൂഹിയെ അവിടെ നിന്ന് പുറത്താക്കാണ്. അങ്ങനെ പോലീസുകാരായാലും ഇവരുടെ കേസ് ഫയലിൽ പുതിയ ഒരാളെ കൂടി ചേർക്കാണ്, ഹിരോമി ആസായി. അപ്പോൾ ഹിരോമി ആസായിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഓഷിതാനി അവളുടെ നഗരത്തിൽ നിന്ന് ടോക്കിയോയിലേക്ക് വന്നതും അതിനുശേഷം ഓഷിതാനി മരിച്ചതും. ഇപ്പോൾ ഓഷിതാനി ടോക്കിയോയിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ അടുത്തതായിട്ട് ഹിരോമി ആസായിയെ കാണാനായിട്ട് സൂഹി ഒരു നാടകം നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ചെല്ലാണ്. അങ്ങനെ അവിടേക്ക് വന്നിട്ട് ഹിരോമിയോട് ഓഷിതാനിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട്, അല്ല ഓഷിതാനി നിങ്ങളെ കാണാനായിട്ട് വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹിരോമി പറയും, അതെ വന്നിരുന്നു, മെയ് 13 എന്നെ കാണാനായിട്ട് വന്നത്, അതുപോലെ എന്റെ അമ്മ അവൾ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്താണ് താമസിക്കുന്നതെന്നും എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ ഒരിക്കലും എന്റെ അമ്മയെ കാണാനായിട്ട് പോയില്ല, കാരണം ഞാൻ എന്റെ അമ്മയെ വെറുക്കാണ്. 26 വർഷങ്ങൾക്ക് മുന്നേ എന്നെയും എന്റെ അച്ഛനെയും ഉപേക്ഷിച്ച് ഒരുപാട് കടവും വരുത്തി വെച്ച് എന്റെ അമ്മ മറ്റൊരാളോടൊപ്പം ഒളിച്ചോടി പോവായിരുന്നു. അതിനുശേഷം കടക്കാരെല്ലാം വന്നിട്ട് എന്റെ അച്ഛനെ ഒരുപാട് ദ്രോഹിക്കാൻ തുടങ്ങിയതിനു ശേഷം അത് സഹിക്കാൻ കഴിയാതെ എന്റെ അച്ഛൻ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ അമ്മയോട് വെറുപ്പായിരുന്നു. ഓഷിതാനി എന്റെ അമ്മയെ പറ്റി എന്നോട് വന്ന് പറയുമ്പോൾ അവരെ കാണാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാന്ന് മാത്രമേ ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളൂ. അതുമല്ലാതെ 13-ാം തീയതി അവൾ എന്നെ കാണാൻ വന്നു. അതുമല്ലാതെ 14-ാം തീയതി എന്റെ ഒരു നാടകം ഇവിടെ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു, അതിന്റെ ടിക്കറ്റ് കിട്ടുമെന്ന് അവൾ എന്നോട് ചോദിച്ചു. പക്ഷേ ടിക്കറ്റ് എല്ലാം വിറ്റുപോയത് കൊണ്ട് ടിക്കറ്റ് ഒന്നും ഇല്ലാന്ന് ഞാൻ അവളോട് പറഞ്ഞതുകൊണ്ടും അവൾ പിന്നീട് എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും
നമ്മുടെ സൂഹി പറയും ഓക്കെ ശരി, അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, ദേ ഈ ഒരാളെ നിങ്ങൾക്കറിയോ എന്നും പറഞ്ഞിട്ട് കൊഷിഗാവോ എന്ന് പറഞ്ഞ ആ ഒരാളുടെ രേഖാചിത്രം അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇല്ല സാർ എനിക്ക് അറിയത്തില്ല എന്ന് ഹിരോമി പറയും. അപ്പോൾ ഓഷിതാനി എന്തിനാണ് ഈ ഒരു നഗരത്തിലേക്ക് വന്നത് എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ഓഷിതാനി ആരാണ് കൊന്നത്, ഓഷിതാനി മരിച്ചു കിടന്ന ആ ഒരു വീട്ടിലെ കാണാതായ ആ ഒരാള് കോഷിഗാവോ, അയാൾ എവിടെയാണ് പോയത്, അതേപോലെ തന്നെ പാലത്തിനടിയിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കിടന്ന ആ ഒരു ശരീരവും കാണാതായ കോഷിഗാവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ അവളോടുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ഇവർ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ സൂഹി അവിടെ കബോർഡിലുള്ള ഒരു ഫോട്ടോ കണ്ടിട്ട് പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു ഫോട്ടോയിൽ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ കോച്ചിറോ കാഗ, അവനും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഡയറക്ടറായിട്ടുള്ള ഹിരോമി ആസായി അവരോടൊപ്പം കുറച്ച് സ്റ്റുഡൻസും ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് അവൻ കാണുന്നത്. അപ്പൊ ഈ ഒരു ഫോട്ടോ ഇതേപോലെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഹീറോയ്ക്ക് ഹിരോമി ആസായിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും. അതുകൊണ്ട് അടുത്ത സീനിൽ തന്നെ നമ്മുടെ സൂഹി ഹീറോയെ കാണാനായിട്ട് ചെല്ലും. എന്നിട്ട് രണ്ടുപേരും അടുത്തുള്ള ഒരു റെസ്റ്റോറന്റിൽ പോയിരുന്നിട്ട് ആഹാരം കഴിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഇതേപോലെ എന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹിരോമി ആസായിയെ പോയി ഞാൻ കണ്ടിരുന്നു. ആ ഒരു ഡയറക്ടറിനെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാന്ന് അവിടെയുള്ള ഒരു ഫോട്ടോ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഹിരോമിയെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയാനായിട്ട് ഇങ്ങനെ പറയുന്നതും, സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയും ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്, പക്ഷെ ഇവരുടെ സ്റ്റേഷൻ പരിധിയല്ല മറ്റൊരു സ്റ്റേഷനാണെന്ന് മാത്രം. അങ്ങനെ ഹീറോയോട് ഹിരോമിയെ പറ്റി ഇങ്ങനെ ചോദിക്കുമ്പോൾ 5 വർഷങ്ങൾക്ക് മുന്നേ കുറച്ച് സ്റ്റുഡൻസിനെ ആയിട്ട് എന്റെ അടുത്തേക്ക് ജൂഡോ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത്. ഞാനാണെങ്കിൽ ജൂഡോയിലെ നല്ലൊരു മാസ്റ്ററും കൂടിയാണ്, അതുകൊണ്ട് എന്റെ അടുത്ത് ട്രെയിനിങ് എടുക്കാന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ വന്നത്. അതുകൊണ്ട് ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുത്തു. ആ ഒരു സമയത്ത് എടുത്ത ഫോട്ടോ ആണത്. അതുമല്ലാതെ ഹിരോമി ആണെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സ്ത്രീയാണ്. അന്നാണ് ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണുന്നത് തന്നെ. പക്ഷെ ആരെന്ന് പോലും അറിയാത്ത എന്നോട് അവളുടെ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങള്, അതുമല്ലാതെ അവളുടെ പ്രായപൂർത്തിയായതിനു ശേഷം അവൾ പ്രഗ്നന്റ് ആയതും, അതുപോലെ ആ ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളഞ്ഞതും, ഈ ഒരു കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ എന്തിനാണ് എന്നോട് പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇങ്ങനെ നമ്മുടെ ഹീറോയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സൂഹിയോട് പറയുന്നതും ഇവർ രണ്ടുപേരും വെളിയിലേക്ക് വരുന്ന സമയത്ത് സൂഹി അന്വേഷിക്കുന്ന ആ ഒരു കൊലപാതക കേസ്, അതേപോലെ തന്നെ പാലത്തിനടിയിൽ നിന്ന് കിട്ടിയ കത്തിക്കരിഞ്ഞ ശരീരം ഉണ്ടല്ലോ, അതുമല്ലാതെ ആ ഒരു വീട്ടിൽ നിന്നും DNA സാമ്പിൾസ് കളക്ട് ചെയ്യാൻ ചെയ്യുന്നു. അവിടെ നിന്നും ഒരു DNA സാമ്പിൾസും കിട്ടിയില്ലെന്നുള്ള കാര്യവും നമ്മുടെ ഹീറോയോട് പറയുമ്പോൾ ഹീറോ പറയും നിങ്ങൾ എങ്ങനെയാണ് DNA സാമ്പിൾസ് കളക്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ലേ. ഒന്നുകിൽ അയാൾ ഉപയോഗിച്ചിരുന്ന ചീപ്പോ അയാൾ ഉപയോഗിച്ചിരുന്ന ടൂത്ത് ബ്രഷ് ഇതെല്ലാം എടുത്തിട്ടല്ലേ നിങ്ങൾ DNA പരിശോധിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മളെപ്പോലെ തന്നെ എന്തായാലും കൊലയാളിക്കും അറിയായിരിക്കും. അതുകൊണ്ട് ആ ഒരു കൊലയാളി തന്നെയായിരിക്കും നിങ്ങൾക്കൊന്നും കിട്ടാത്ത രീതിയിൽ ആ ഒരു വീട് വൃത്തിയാക്കിയിട്ട് പോയത്. ഒരു പക്ഷേ നിങ്ങൾ നല്ല രീതിയിൽ ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ച് നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കത്തില്ല എന്നിങ്ങനെ ഹീറോ പറഞ്ഞിട്ട് പോകുന്നതും ഇവരൊന്നുകൂടി നല്ല രീതിയിൽ ആ ഒരു വീട് അരിച്ച് പിറക്കുമ്പോൾ ആ വീടിനകത്ത് നിന്ന് കിട്ടുന്ന ഒരു പേപ്പറിലെ വിരലടയാളവും ആ ഒരു പാലത്തിനടിയിൽ നിന്ന് കിട്ടിയ കത്തിക്കാരൻ ശരീരം ഉണ്ടല്ലോ അതിന്റെ DNA സാമ്പിളും മാച്ച് ആണെന്ന് ഇവർ കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ 14-ാം തീയതി കാണാതായ കോഷിക എന്ന് പറഞ്ഞിട്ട് ആ ഒരാൾ തന്നെയാണ് പാലത്തിനടിയിലെ മരിച്ചു കിടന്നതെന്നും ഇവർ കൺഫേം ചെയ്യും. അങ്ങനെയാണെങ്കിൽ കോഷിക ആരാണ് കൊന്നതെന്ന് ഇവർക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അതെന്തായാലും പിന്നീട് കണ്ടുപിടിക്കാം. ആദ്യം ആ ഒരു കലണ്ടറിൽ എഴുതിയിരിക്കുന്ന ഓരോ മാസവും എഴുതിയിരിക്കുന്ന ആ ഒരു ബ്രിഡ്ജുകളുടെ പേരുണ്ടല്ലോ അതെന്തിനാണ് അങ്ങനെ എഴുതിയിരിക്കുന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അങ്ങനെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൂഹി കലണ്ടറിൽ എഴുതിയിരിക്കുന്ന ഓരോ പാലങ്ങളിൽ പോയി ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അതിലൊരു പാലത്തില് നമ്മുടെ ഹീറോ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ സൂഹി വന്നിട്ട് നമ്മുടെ ഹീറോയോട് ചോദിക്കും, ഹേയ് നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇന്ന് എനിക്ക് അവധി ദിവസമാണ്, അതുകൊണ്ട് വെറുതെ ഇവിടേക്ക് വന്നതേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നതും ആ കലണ്ടറിൽ എഴുതിയിരിക്കുന്ന ഓരോ പാലങ്ങളുടെയും പേര് വെച്ചിട്ട് താൻ എന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോട് സൂഹി പറയുമ്പോഴത്തേക്കാണ് അത്രയും നേരം ഒരു കുഴപ്പമില്ലാതെന്ന് സൂഹി ഈ ഓരോ പാലങ്ങളുടെയും പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും നീ ആ ഓരോ പാലങ്ങളുടെ പേര് ഒന്നുകൂടി പറഞ്ഞ് മാസം വെച്ചിട്ട് എന്ന് പറയുമ്പോൾ സൂഹി പെട്ടെന്ന് ജനുവരിയിലെ ടോക്കിയോ പാലം, ഫെബ്രുവരിയിലെ നിഹോൻ പാലം എന്നിങ്ങനെ പറയുന്നതും ബാക്കി ഓരോ മാസത്തെ പാലങ്ങളുടെ പേര് നമ്മുടെ ഹീറോ അങ്ങനെ അവന് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് നമ്മുടെ സൂഹിയോട് ദേഷ്യപ്പെട്ട് ആ കലണ്ടറിലെ ബാക്കി കാര്യങ്ങൾ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ എന്നോട് പറയുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. സൂഹിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്ക് എങ്ങനെ അറിയാമെന്ന് നോക്കുമ്പോഴത്തേക്കാണ് 16 വർഷങ്ങൾക്ക് മുന്നേ ഹീറോയുടെ അമ്മ മരിച്ചതിന് ശേഷം ഹീറോയുടെ അമ്മയുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് അവൻ കൊണ്ടുപോയിരുന്നല്ലോ. അപ്പോ അതില് ഹീറോയുടെ അമ്മ യൂസ് ചെയ്തിരുന്ന ഒരു കലണ്ടറിൽ ഇതേ ഓരോ മാസങ്ങളിലും ഓരോ പാലങ്ങളുടെ പേര് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കലണ്ടറിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേര് എഴുതിയിരിക്കുന്നതെന്ന് ആ ഒരു ബാർ നടത്തുന്ന ലേഡിയോട് ഹീറോ അന്ന് ചോദിക്കുമ്പോൾ അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. ഈ ഓരോ മാസവും ആ പാലത്തിനടിയിൽ എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് നിന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ സൂഹിയോട് പറയുന്നതും അടുത്തതായിട്ട് ഇവർ തീരുമാനിക്കും ഈ 2 കലണ്ടറിലുള്ള കൈ അക്ഷരങ്ങൾ അത് മാച്ചിങ് ആണോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് പറയുന്നതും 2 കലണ്ടറിലും പേരുകൾ എഴുതിയിട്ടുള്ളത് ഒരേ ആള് തന്നെയാണ്, അത് രണ്ടും ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് അവർ കണ്ടുപിടിക്കുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് മറ്റൊരു സംശയം വരുന്നത്. എന്താണെന്ന് വെച്ചാല് ഈ കലണ്ടറിൽ എഴുതിയിരിക്കുന്ന ആ ഒരു കൈ അക്ഷരം ഒരിക്കലും അവന്റെ അമ്മയുടേതല്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ അമ്മയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, ഒരു പക്ഷെ അയാളായിരിക്കണം ആ ഒരു കലണ്ടറിൽ ഈ ഒരു പേരുകളെല്ലാം എഴുതിയിട്ടുള്ളത്. അതുമല്ല രണ്ടാമത്തെ ഈ ഒരു കലണ്ടർ കിട്ടിയതോ കോഷിഗാവോ എന്ന് പറഞ്ഞിട്ട് മരിച്ച ആ ഒരാളുടെ വീട്ടിൽ നിന്നും. അങ്ങനെയാണെങ്കിൽ കോഷിഗാവും ഹീറോയുടെ അമ്മയുടെ ആ ഒരു കാമുകനും ഒരാളായിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ഇങ്ങനെ സംശയിക്കുന്നതും
ഈ കേസ് അന്വേഷിക്കുന്ന ബാക്കി പോലീസുകാരായാലും പറയും, ശരി അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിനെ പറ്റി അന്വേഷിക്കാനായിട്ട് നിങ്ങളുടെ ഒരു സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നമ്മുടെ ഹീറോയെയും ഈ ഒരു കേസിലേക്ക് ഇവർ ഉൾപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇവർ രണ്ടുപേരും ഹീറോയുടെ അമ്മയുടെ കാമുകനും അതേപോലെ തന്നെ മരിച്ചുപോയ കൊഷികാവും ഒരാളാണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ബാർ നടത്തുന്ന ലേഡി ഉണ്ടല്ലോ അവരെ കാണാനായിട്ട് നമ്മുടെ ഹീറോ വീണ്ടും അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ആ ഒരു സ്ത്രീയെ നമ്മുടെ സോഹിയും ഹീറോയും പോയി കണ്ടിട്ട് അവരുടെ കയ്യിലുള്ള കോശികാവോ എന്ന് പറഞ്ഞിട്ട് അയാളുടെ ആ ഒരു രേഖാചിത്രം ഉണ്ടല്ലോ അതെടുത്ത് കാണിച്ചിട്ട് ഇയാളെ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, പിന്നെ നല്ലതുപോലെ അറിയാലോ, ഇതാണ് 16 വർഷങ്ങൾക്ക് മുന്നേ നിന്റെ അമ്മയെ സ്നേഹിച്ച വാതാവേ എന്ന് അവരൊരു ടെസ്റ്റിങ്ങിനെ കൊടുക്കുന്നതും കോശികാവോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹൗസ് ഓണർ തന്നെയാണ് 16 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയുടെ അമ്മയെ സ്നേഹിച്ച ആ ഒരു കാമുകനും. പക്ഷെ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്, 16 വർഷങ്ങൾക്ക് മുന്നേ കണ്ടതുപോലെയല്ല ഈ ഒരു സ്കെച്ചിൽ കാണുമ്പോൾ ഇപ്പോൾ ഇത്തിരി വയസ്സായതുപോലെയാണ് ഈ ഒരു ചിത്രം ഇവർ വരച്ചിട്ടുള്ളത്. ആ ഒരു വ്യത്യാസം അവരിങ്ങനെ പറയുകയും ചെയ്യും. അങ്ങനെ ഈ ഒരു കാര്യം കൂടി ഇവർ മനസ്സിലാക്കുന്നതും ഇപ്പോൾ സംശയം വേറൊരാളുടെ മേളിലേക്ക് പോവാണ്, ഹീറോയുടെ അച്ഛൻ്റെ മേളിൽ. എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ അമ്മ അവരെ വിട്ടിട്ട് ഒളിച്ചോടി പോയെന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതുമല്ലാതെ ഹീറോയുടെ അമ്മയ്ക്ക് പുതിയൊരു ബോയ് ഫ്രണ്ട് വന്നതിന് ശേഷം ഹീറോയുടെ അച്ഛൻ തന്നെയായിരിക്കോ ആ ഒരു ദേഷ്യം കാരണം ബോയ് ഫ്രണ്ടിനെ കൊന്നത് എന്നുള്ള രീതിയിൽ ഹീറോയുടെ അച്ഛനെയും സംശയിക്കാൻ തുടങ്ങാണ്. പക്ഷെ അതിനെന്തായാലും ഒരു ചാൻസ് ഉണ്ടാവത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയുടെ അച്ഛൻ കുറച്ച് നാളുകൾക്ക് മുന്നേ മരിച്ചു പോവുകയും ചെയ്തു. അതുകൊണ്ട് മരിച്ചുപോയ ഒരാളെങ്ങനെ അയാളെ കൊല്ലും? അതുകൊണ്ട് അതൊരിക്കലും നടക്കത്തില്ല. ഓക്കെ ശരി, ഇപ്പൊ കേസ് കാണുന്ന നമുക്കായാലും അന്വേഷിക്കുന്ന അവർക്കായാലും കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെല്ലാം നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ കലണ്ടറിൽ എഴുതിയിരിക്കുന്ന ഓരോ പാലങ്ങൾക്ക് എന്താണ് പ്രത്യേകത അതറിയാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ പാലങ്ങളുടെ അടിയിലൂടെ ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഓരോ പാലത്തിനടിയിലൂടെ ഇങ്ങനെ പോകുന്നതും ജൂലൈ മാസത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പാലത്തിനടിയിലേക്ക് വരുന്ന സമയത്ത് ആ ബോട്ട് ഓടിക്കുന്ന ആൾ പെട്ടെന്ന് ഇവരോട് പറയും, എല്ലാ വർഷവും ഈ ഒരു ബ്രിഡ്ജിൽ മാത്രം എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. ആ ഒരു സമയത്ത് ഇവിടെ 2000-3000 പേരാണ് വരുന്നത്, നിങ്ങൾക്കത് കാണണമെന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഒരു ഫെസ്റ്റിവലിന് എടുത്ത ഫോട്ടോ ഇവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതും കൂടി കേൾക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ കത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബാർ നടത്തുന്ന സ്ത്രീയോട് ഈ കലണ്ടറിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പാലങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ അവർ പറയുമല്ലോ, എനിക്കറിയത്തില്ല, നിന്റെ അമ്മ ചില സമയങ്ങളിൽ ഓരോ പാലത്തിൽ വെച്ചിട്ട് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് മാത്രം എന്നോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഹീറോയുടെ അമ്മയുടെ ബോയ് ഫ്രണ്ട് ഓരോ മാസവും ഓരോ ബ്രിഡ്ജിലും വെച്ചിട്ട് ആരെയോ മീറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ബോയ് ഫ്രണ്ട് ഈ കലണ്ടറിൽ ഓരോ മാസങ്ങളിൽ ഓരോ ബ്രിഡ്ജിന്റെ പേര് എഴുതി വെച്ചിട്ടുള്ളത്. അതുമല്ല, ജൂലൈ മാസം എല്ലാ വർഷവും ഈ ഒരു ബ്രിഡ്ജിനടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് എടുത്തിട്ടുള്ള ഫോട്ടോസിൽ എന്തായാലും ആ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അന്ന് ആ ഒരു ജൂലൈ മാസത്തിലെ ആ ഒരു ബ്രിഡ്ജിനടുത്ത് വെച്ച് എടുത്ത ആ ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ, സെലിബ്രേഷന്റെ ഭാഗമായിട്ട് എടുത്ത ഓരോ ഫോട്ടോസുകളും നമ്മുടെ ഹീറോ ഇങ്ങനെ പരിശോധിക്കുകയാണ്. അതിലെവിടെയെങ്കിലും നമ്മുടെ ഹീറോയുടെ അമ്മയുടെ കാമുകം വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതും 5 വർഷമായിട്ട് അവിടെ നടക്കുന്ന ആ ഒരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് എടുത്ത ഫോട്ടോസുകളെല്ലാം നമ്മുടെ ഹീറോ ഓരോന്ന് വിടാതെ ഇങ്ങനെ പരിശോധിക്കുകയാണ്. അതേസമയം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ 16 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയുടെ അമ്മയുടെ കാമുകനായിട്ടുള്ള വദാവെ അവിടെയുള്ള ഒരു പവർ പ്ലാന്റിൽ ജോലി ചെയ്തിരുന്നതായിട്ട് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു പവർ പ്ലാന്റിലെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇവർക്ക് കോശികാവോ എന്ന് പറഞ്ഞിട്ട്, ഈ കോശികാവോവും വദാബയും ഒരേ ആള് തന്നെയാണ്. അതുകൊണ്ട് അവന്റെ വീട്ടിൽ നിന്നും ഇവർക്കൊരു പേപ്പർ കിട്ടി. അതിന്റെ വിരലടയാളം വെച്ചിട്ടാണല്ലോ ഇവർ ആ ഒരു DNA സാമ്പിളിൽ ഒരാളാണെന്ന് കൺഫേം ചെയ്തത്. അതുകൊണ്ട് തന്നെ വദാബയുടെ വീട്ടിൽ നിന്നും ഇവർക്കൊരു പേപ്പറിലെ വിരലടയാളം കിട്ടിയിരുന്നല്ലോ. ആ ഒരു വിരലടയാളവും ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ അവിടുത്തെ ഫയലിൽ അവരുടെ വിരലടയാളം പതിപ്പിക്കുമല്ലോ, അതും വെച്ച് മാച്ച് ചെയ്യുമ്പോൾ അത് രണ്ടും ഒന്നാണെന്ന് അവർ കണ്ടുപിടിക്കുന്നു. പക്ഷേ ആ ഒരു കമ്പനിയിൽ അയാൾ കൊടുത്തിരിക്കുന്ന പേര് വേറൊരു പേരാണ്, വദാബെ എന്നല്ല. അതുകൊണ്ട് തന്നെ അയാൾ അവിടെ ജോലി ചെയ്തിരുന്നോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ കയ്യിലുള്ള ആ ഒരു രേഖാചിത്രം എടുത്തുകൊണ്ട് പോയിട്ട് ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളുകളുടെ വീട്ടിലെല്ലാം പോയി ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നവർക്ക് മാത്രമേ അയാളെ അറിയത്തുള്ളൂ. അതുപോലെ അതിൽ ഒരുപാട് പേരും വയസ്സായിട്ടുള്ളവരാണ്, ഒരുപാട് പേരും മരിച്ചുപോയി. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ മാത്രം ആശുപത്രിയിൽ ജീവനോടെ ഉണ്ട്. അതുപോലെ ആ ഒരു അപ്പനാണെങ്കിലും കോമ സ്റ്റേജിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അയാൾ കണ്ണു തുറന്നാൽ മാത്രമേ വദാവെ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നോ ഇല്ലയോ എന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അവിടെ ആ ഒരു അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പാലത്തിൽ നിന്ന് എടുത്ത ഓരോ ഫോട്ടോസും അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് കഴിഞ്ഞ വർഷം ഈ ഒരു പാലത്തിൽ വെച്ച് എടുത്ത ഫോട്ടോസുകളിൽ ഹിരോമി ആസായി എന്ന് പറഞ്ഞിട്ട് ആ ഒരു നാടക ഡയറക്ടർ ഉണ്ടല്ലോ, അവരവിടെ നിൽക്കുന്നതായിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ കാണും. അപ്പോൾ ഹിരോമി ആസായി എന്തിനാണ് ഈ ഒരു ബ്രിഡ്ജിൽ വരുന്നത്? അതുമല്ലാതെ അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ഫോൺ ഉണ്ട്. കൂട്ടമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ആരെങ്കിലും മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ വെച്ചിട്ട് അവരോട് സംസാരിക്കുന്ന രീതിയിലും അവരെ മീറ്റ് ചെയ്യാൻ പറ്റും. അവളുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ട് അതും ഒരു സംശയമാണ്. അതുമല്ലാതെ ഏതോ ഒരു വിധത്തിൽ ഈ ഒരു കേസിൽ ഹിരോമി ആസായിയും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹിരോമിയെ നമ്മുടെ ഹീറോ ഇപ്പോൾ സംശയിക്കാൻ തുടങ്ങാണ്. അങ്ങനെ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹീരോമി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവളോടൊപ്പം പഠിച്ച സുഹൃത്തുക്കളെല്ലാം കണ്ടിട്ട് കുട്ടിക്കാലത്ത് അവൾ കൂടുതലായിട്ടും ആരോടാണ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു സുഹൃത്തുക്കൾ പറയും, ഹിരോമി ആ ഒരു സമയത്ത് നല്ല രീതിയിലൊന്നും സംസാരിക്കത്തില്ല എല്ലാവരോടും. അതുമല്ല അവൾ കാണാൻ നല്ല സുന്ദരി ആയതുകൊണ്ട് എല്ലാ ആണുങ്ങളും അവളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ കൂടുതലായിട്ടും നമ്മുടെ ക്ലാസ് ടീച്ചറുമായിട്ടാണ് നല്ല രീതിയിൽ അടുപ്പം ഉണ്ടായിരുന്നത്.
എന്ന് പറഞ്ഞ ആ ഒരു സുഹൃത്തുക്കൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ക്ലാസ് ടീച്ചർ ഉണ്ടല്ലോ ഇവരെ പഠിപ്പിച്ച അയാളുടെ ഫോട്ടോയും നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അതുപോലെ ഹിരോമി ആസായി 26 വർഷങ്ങൾക്ക് മുന്നേ അവളുടെ അമ്മ അവളുടെ അച്ഛനെ അവളെയും വിട്ടു പോയതിനു ശേഷം ആ ഒരു വേദന സഹിക്കാൻ കഴിയാതെ അവളുടെ അച്ഛനാണെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചെന്ന് നമ്മുടെ ഹീറോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഒരു കാര്യം ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു ക്ലാസ് ടീച്ചർ പറഞ്ഞിട്ടാണ് ഈ കുട്ടികൾക്ക് വരെ മനസ്സിലായത്. അതുപോലെ അതിനുശേഷം നമ്മുടെ ഹിരോമി ആ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആ ഒരു സുഹൃത്തുക്കള് നമ്മുടെ ഹീറോയോട് പറയുന്നതും ഹിരോമിയുടെ അച്ഛൻ ഏത് ബിൽഡിങ്ങിൽ നിന്നാണ് താഴേക്ക് ചാടി മരിച്ചതെന്ന് കാണിക്കാൻ വേണ്ടി ആ ഒരു ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ഇത്രയും ഉയരം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇതിന് മുകളിൽ നിന്നാണ് അവളുടെ അച്ഛൻ ചാടി മരിച്ചതെന്നും ഹിരോമിയുടെ ഫ്രണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ഹീറോ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഈ ഒരു കാര്യം കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കണ്ടിരുന്നൊന്നുമില്ല, പലയിടങ്ങളിൽ നിന്ന് പറഞ്ഞു കേട്ട കാര്യം അത്ര മാത്രമേ എനിക്കും അറിയത്തുള്ളൂ എന്നിങ്ങനെ ആ ഒരു ഫ്രണ്ട് പറയുന്നത്. അങ്ങനെ അടുത്തായിട്ട് നമ്മുടെ ഹീറോ ആ ഒരു ടീച്ചർ ഉണ്ടല്ലോ അയാളുടെ എക്സ് വൈഫിനെ കാണാനായിട്ട് ഇങ്ങനെ ചെല്ലാണ്. അങ്ങനെ അവരോട് ചെന്ന് കാര്യങ്ങൾ തിരക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത് അവരെ രണ്ടുപേരെയും പറ്റി എന്താണ് പറയാനുള്ളത്. എന്റെ ഭർത്താവാണെങ്കിലേ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് അയാൾക്ക് അത്രയും വീക്ക്നെസ് ആണ്. മറ്റൊരു പെണ്ണിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നെ അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി അയാൾ എന്നോട് ഡിവോഴ്സ് ചോദിച്ചിരുന്നു. അതുമല്ലാതെ അയാളുടെ അക്കൗണ്ടിലിരുന്ന 50,000 രൂപ എടുത്ത് ആ ഒരു പെണ്ണിന് വേണ്ടി ഒരു ചെയിൻ എല്ലാം വാങ്ങിക്കൊടുത്തിരുന്നു എന്നെല്ലാം ആ ഒരു എക്സ് ഭാര്യ പറയുന്നതും ഒരുപക്ഷെ ആ ഒരു ടീച്ചറിനും നമ്മുടെ ഹീറോമിക്കും ആ ഒരു സമയത്ത് എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹീറോ നേരെ സൂഹിയെ വിളിച്ചിട്ട് 5 വർഷങ്ങൾക്ക് മുന്നേ ഞാനും ഹീരോമിയും സ്റ്റുഡൻസും ചേർന്നിട്ട് ഗ്രൂപ്പായിട്ട് ഒരു ഫോട്ടോ എടുത്തല്ലോ, ആ ഒരു ഫോട്ടോയില് അവളുടെ കഴുത്തില് ഏതെങ്കിലും ഒരു ചെയിൻ ഉണ്ടോ എന്ന് നീ ഒന്ന് പരിശോധിക്കണം, അത് നമ്മുടെ കേസിന് എന്തായാലും ആവശ്യമായിട്ട് വരും എന്നിങ്ങനെ പറയുന്നത്. നമ്മുടെ സൂഹിയാണെങ്കിലും ഹിരോമിയെ കാണാൻ എന്നുള്ള രീതിയിൽ അവളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവൾ ഇല്ലാത്ത സമയത്ത് ആ റൂമിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കാണ്. അങ്ങനെ ഇവൻ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്ന അതേ സമയത്ത് ഹീരോമി പുറകിലൂടെ വന്നിട്ട് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോ വേറെ ഒന്നുമില്ല, കോച്ചുറൊക്കെ ആകേണ്ടല്ലോ, അവൻ എന്റെ സുഹൃത്താണ്, ഇതുവരെ അവൻ അത്ര സന്തോഷമായിട്ട് നിന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഈ ഒരു ഫോട്ടോയിൽ ഇത്തിരി കാണാൻ കൊള്ളാം, അതുമല്ല കേസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അപ്പോഴാണ് ഫോട്ടോ കണ്ടത്, വെറുതെ ഒന്ന് എടുത്തു വെച്ചേക്കാന്ന് വെച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു ഫോട്ടോസ് എല്ലാം നമ്മുടെ ഹീറോയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. നമ്മുടെ ഹീറോ ആണെങ്കിലും അവളുടെ കഴുത്തിലുള്ള ആ ഒരു ചെയിൻ ഇങ്ങനെ പരിശോധിച്ച് നോക്കുന്നു. അതേസമയം തന്നെ ഇവിടെ ഹീരോമിയെ കാണിക്കുമ്പോൾ ഹീരോമി ആണെങ്കിലും അവിടെയുള്ള ആ ഒരു ഫോട്ടോയിൽ അവളിട്ടിരിക്കുന്ന ആ ഒരു ചെയിനിൽ തന്നെ സൂക്ഷിച്ച് കുറെ നേരം ഇങ്ങനെ നോക്കുന്നു. അപ്പോഴാണ് ഇവിടെ മറ്റൊരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ ഹീറോ സംശയിച്ചതുപോലെ തന്നെയാണ് ഹിരോമിക്ക് 20 വയസ്സുള്ള സമയത്ത് ഹിരോമിയും ആ ഒരു ടീച്ചറും തമ്മിൽ റിലേഷനിലായിരുന്നു. അങ്ങനെ ഹിരോമിക്ക് ആ ഒരു ടീച്ചർ വാങ്ങിക്കൊടുക്കുന്ന ചെയിനാണിത്. അതുപോലെ ഈ ഒരു റിലേഷൻ കുറച്ച് അധികം ആയതുകൊണ്ടാണ് നമ്മുടെ ഹിരോമി ആ ഒരു സമയത്ത് പ്രഗ്നന്റ് ആയതും അതുമല്ല അവൾ ചെറുപ്പമായതുകൊണ്ട് തന്നെ അത് അബോർഷൻ ചെയ്ത് കളഞ്ഞതും. അതുമല്ല ഈ ഒരു കഥയാണ് 5 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയെ കാണുമ്പോൾ അവൾ ഹീറോയോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഹീരോമിക്ക് ആ ഒരു ചെയിൻ കൊടുത്തത് അവളുടെ ടീച്ചറാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ടീച്ചറിനെ ഹീരോമിക്ക് റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ട് ആ ഒരു ടീച്ചറിനെ ഇപ്പോൾ ഇവരുടെ കേസിൽ ഉൾപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ സൂഹി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെല്ലാം അവരോട് ഇങ്ങനെ പറയണം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടീച്ചർ തന്നെയാണ് കോഷികാവോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹൗസ് ഓണർ ഉണ്ടല്ലോ അയാളെന്നാണ് നമ്മുടെ സൂഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ടീച്ചറിനും ഹിരോമിക്ക് നടുവിലുള്ള ആ ഒരു റിലേഷന്റെ കാര്യം മരിച്ചുപോയ ഓഷിതാനി എങ്ങനെയോ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ഒരു കാര്യം പുറത്ത് പറയുന്നുള്ള രീതിയിൽ 13-ാം തീയതി ഹിരോമിയെ കണ്ട് ഓഷിതാനി അവളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയ ആ ഒരു ടീച്ചർ ഓഷിതാനി ആ ഒരു വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് അവളെ കൊല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ടീച്ചറാണ് ഓഷിതാനിയെ കൊന്നെന്നുള്ള കാര്യം വെളിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചറും ഹിരോമിയും തമ്മിലുള്ള ബന്ധം ബാക്കി എല്ലാവരും അറിയും. അതുകൊണ്ട് ആ ഒരു ടീച്ചറിനെ കൊല്ലാനായിട്ട് ഹിരോമി തീരുമാനിച്ച് അവനെ ആ ഒരു പാലത്തിനടിയിൽ കൊന്ന് അവന്റെ ശരീരം അവിടെ വെച്ച് കത്തുകയും ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മുടെ സൂഹി ഈ ഒരു കേസ് മനസ്സിലാക്കി ആ ടീച്ചറിന്റെ ഫോട്ടോയും കൂടി നേരെ ബാർ നടത്തുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതല്ലേ നിങ്ങൾ പറഞ്ഞ ആ ഒരു കാമുകൻ എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ മറ്റൊരു ടെസ്റ്റ് കൊടുക്കുന്നത്. ഇതൊന്നല്ല ആ ഒരു കാമുകൻ, നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫോട്ടോ വേറെ, ബദാവി എന്ന് പറഞ്ഞ അവൻ വേറെ ആള്, ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് നമ്മുടെ സൂഹി ചിന്തിച്ചു കൂട്ടിയതെല്ലാം വെറുതെയായി വീണ്ടും ആദ്യം മുതൽ തന്നെ എല്ലാം സ്റ്റാർട്ട് ആവുകയാണ്. ഇപ്പൊ ഏകദേശം ഈ ഒരു കേസിന്റെ അവസാന ഭാഗത്തേക്ക് വന്നതാണ്. കാരണം ഓഷിതാനി എന്തിനാണ് ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്, ഓഷിതാനിയെ കൊന്നത് ആരാണ്, അയാളെ കൊന്നത് ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. പക്ഷെ ഇതൊന്നും അല്ല സത്യം, എല്ലാം വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തന്നെയാണ് സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിലും ഭ്രാന്ത് എടുത്തിട്ട് വെളിയിലിറങ്ങിയിട്ട് നടക്കാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടല്ലേ അന്വേഷിച്ച് പോയത്, എവിടെ എനിക്ക് തെറ്റിയത്, ഞാൻ ആരെയാ ചോദ്യം ചെയ്യാത്തത്, ഞാൻ വേറെ ആരെങ്കിലും ചോദ്യം ചെയ്യാതെ വിട്ടോ എന്നല്ല ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ മൈൻഡിൽ ഒരേ ഒരു കാര്യം മാത്രമാണ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. 5 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീരോമി ഹീറോയെ വന്ന് മീറ്റ് ചെയ്തല്ലോ. ഈ ഒരു കാര്യം സാധാരണ രീതിയിൽ സംഭവിച്ചതാണോ അതോ പ്ലാൻ ചെയ്തിട്ട് അവൾ അവനെ വന്ന് കണ്ടതാണോ? അതിനൊരു കാരണമുണ്ട്. കാരണം അറിയാതെ സാധാരണ രീതിയിലുള്ളൊരു കൂടിക്കാഴ്ചയാണ് ഇവർ നടത്തിയതെങ്കിൽ ആ ഒരു സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ ഹീരോമി അവൾക്ക് അബോർഷൻ ആയിട്ടുള്ള കാര്യം, അവളുടെ കുട്ടിക്കാലത്ത് നടന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹീറോയോട് പറയണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ വേറെ എന്തോ ഉണ്ട്, അവള് സാധാരണ രീതിയിൽ എന്നെ വന്ന് കണ്ടതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ കാണാനായിട്ട് വന്നത്. അങ്ങനെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ട് ഇവർ സംശയിക്കുന്ന എല്ലാവരുടെയും ഫോട്ടോ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഇവർ കേസ് അന്വേഷിച്ച് പോകുന്നതും.
ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോയുടെ ഫോട്ടോയും കൊണ്ട് ഒട്ടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോമി ഞാൻ ആരാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് എന്നെ കാണാനായിട്ട് വരണം. ഒരുപക്ഷെ ഞാനാണ് അവളുടെ സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ എന്നെ വന്ന് കാണേണ്ട ആവശ്യം എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന നമ്മുടെ ഹീറോ അങ്ങനെ നേരെ ഹീറോമിയുടെ അച്ഛൻ ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോമിയുടെ അച്ഛന്റെ ഫോട്ടോ മാത്രം ഇവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഭാഗം മാത്രം ബ്ലാങ്ക് ആക്കി ഇട്ടേക്കാണ്. അപ്പോഴാണ് ഹീറോ ഒരു കാര്യം ചിന്തിക്കുന്നത്, ഒരുപക്ഷെ 16 വർഷങ്ങൾക്ക് മുന്നേ എന്റെ അമ്മ സ്നേഹിച്ചിരുന്ന അമ്മയുടെ ആ ഒരു ബോയ് ഫ്രണ്ട് ഒരുപക്ഷെ നമ്മുടെ ഹീറോമിയുടെ അച്ഛനായിരിക്കോ? ഒരുപക്ഷെ തൻ്റെ അച്ഛൻ റിലേഷനിലിരിക്കുന്ന ആ ഒരു സ്ത്രീക്ക് ഒരു മകനുണ്ടെന്നുള്ള രീതിയിലായിരിക്കോ എന്നെ കാണാനായിട്ട് ഹീറോമി എൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ വേറെ ലെവലിൽ നമ്മുടെ ഹീറോ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ട് ഒരു മലയുടെ മുകളിൽ വന്ന് ഒരുപാട് നേരം നോക്കി നിന്ന് അതേപോലെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കെല്ലാം പോയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോമിയെ കാണാനായിട്ട് ഹീറോയുടെ ഒരു സുഹൃത്തുണ്ട്, അവളെ വിളിച്ച് ഹീറോമിയുടെ വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ ഹീറോമി ചോദിക്കും, അല്ല നിങ്ങൾ രണ്ടുപേരായിട്ട് എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാനായിട്ട് കഴിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നത്. കേസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിനോട് ചോദിക്കണം എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ ആ ഒരു പാലത്തിന് മുകളിൽ സെലിബ്രേഷൻ സമയത്ത് എടുത്ത ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിങ്ങനെ എടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത്, 8 വർഷം മുന്നേ ആ ഒരു പാലത്തിന് മുകളിൽ വെച്ച് എടുത്ത ഒരു ഫോട്ടോ ആണിത്. ഇത് കഴിഞ്ഞ വർഷം എടുത്തതും. നീ എല്ലാ വർഷവും അവിടെ പോകാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അവിടെ വെച്ച് നിങ്ങൾക്ക് ആരെങ്കിലും കാണാനുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ ആരെയും കാണാനായിട്ടൊന്നും പോയതല്ല, വെറുതെ ആ ഒരു വശത്തൂടെ പോയപ്പോൾ കയറിയെന്നേ ഉള്ളൂ, അപ്പോഴാരെങ്കിലും ഫോട്ടോ എടുത്തതായിരിക്കും എന്ന് നമ്മുടെ ഹീറോമി പറയുന്നതും ഓക്കെ അത് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മുടെ ഹീറോ ഒരു മാഗസീൻ എടുക്കും. ഈ മാഗസീൻ 1997 റിലീസ് ആയിട്ടുള്ളത്. ഞാൻ താമസിക്കുന്ന വീടിന്റെ അഡ്രസ്സ് ഇവർക്ക് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളായിരുന്നു. അതുമല്ലാതെ എന്റെ അമ്മ മരിച്ചതിന് ശേഷം ആ ബാർ ലേഡിയുടെ കയ്യിൽ നിന്നാണ് എന്റെ ഈ ഒരു അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ വന്നത്. ഈ അഡ്രസ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ഞാൻ അവരോട് ചോദിക്കുമ്പോൾ എന്റെ അമ്മയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ അയാളാണ് ആ ഒരു അഡ്രസ്സ് അവർക്ക് കൊടുത്തതെന്ന് അവരെന്നോട് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ നേരെ മാഗസീൻ കമ്പനിയിലേക്ക് പോയി അന്വേഷിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാള് അവിടെ വന്നിട്ട് അവന്റെ അഡ്രസ്സ് വാങ്ങി പോയതായിട്ട് അവർക്കാർക്കും അറിയത്തില്ല എന്നാണ് അവരെന്നോട് പറഞ്ഞത്. പക്ഷെ അതിന് പകരം ഒരു ഫേമസ് സ്റ്റേജ് ആക്ടറായിട്ടുള്ള ഒരു ലേഡി വന്നിട്ട് ആ ഒരു അഡ്രസ്സ് വാങ്ങിയതായിട്ട് അവരെന്നോട് പറഞ്ഞു. അത് വേറെ ആരുമല്ല, 16 വർഷങ്ങൾക്ക് മുന്നേ ഒരു നാടക നടിയായിട്ടിരുന്ന നീ തന്നെയാണ്. നീ എന്തിനാ അവിടെ പോയിട്ട് എന്റെ അഡ്രസ്സ് അവരിൽ നിന്ന് വാങ്ങിയത് എന്നിങ്ങനെ നമ്മുടെ ഹീറോ ചോദിക്കുന്നത്. ഹീറോമി പറയും, അല്ല നിങ്ങൾ ജൂഡോയിലെ നല്ലൊരു മാസ്റ്റർ ആണെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് എന്റെ കുട്ടികളെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കുറച്ച് ട്രെയിനിങ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നിങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു അഡ്രസ്സ് ഞാൻ ചോദിച്ചു വാങ്ങിയത് എന്ന് നമ്മുടെ ഹീറോമി ഇങ്ങനെ പറയുന്നതും ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് ഹീറോയുടെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവള് പെട്ടെന്ന് പറയും, സോറി ഞാനൊന്ന് ബാത്റൂം യൂസ് ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോമി പറയും, അതിനെന്താ കുഴപ്പമില്ല എന്ന് പറയുന്നത്. അവള് പെട്ടെന്ന് ബാത്റൂമിലേക്ക് ഇങ്ങനെ പോകും. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് നമ്മുടെ ഹീറോ പറയും, ശരി ഞാനിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കാം. കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് ഞാൻ നിന്റെ സുഹൃത്തുക്കളെ പോയി കണ്ടിരുന്നു. നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് നീ സ്കൂൾ മാറിയ കാര്യം പോലും അവരറിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോമി പറയും, അതെന്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ സ്കൂൾ മാറിയത്, അതുകൊണ്ടാണ് അവരെ ആരെയും ഒന്ന് അറിയിക്കാൻ കഴിയാഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും, നിന്റെ അച്ഛൻ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചെന്നാണ് നിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ ഒരു ഭാഗത്ത് പോയി അന്വേഷിക്കുമ്പോൾ അത് വെറും ഒരു കിംവദന്തി മാത്രമായിരുന്നു. കാരണം അങ്ങനെ ഒരാള് ആ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരാൾ പോലും ഇതുവരെയും ചാടി മരിച്ചിട്ടില്ല, അങ്ങനെ ഒരു രേഖ പോലും ഇതുവരെ കണ്ടെടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോമി പറയും, അതിനെപ്പറ്റി എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ അച്ഛൻ ചാടി മരിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, ശരി എവിടെ വെച്ച്? സത്യം പറഞ്ഞാല് എനിക്കത് നല്ല ഓർമ്മയില്ല, ആ സമയത്ത് ഞാൻ ആ ഒരു മാനസിക അവസ്ഥയിലായിരുന്നു. അതുമല്ല ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ പെട്ടെന്ന് തന്നെ അനാഥാലയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു സത്യം പറയട്ടെ, നിന്റെ അച്ഛൻ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ചാടി മരിച്ചിട്ടില്ല, അതേപോലെ തന്നെ നീ ആ ഒരു ടീച്ചറും തമ്മിലുള്ള റിലേഷൻ അതിനെപ്പറ്റി എനിക്കറിയാം. കൂടാതെ ആ ഒരു ടീച്ചറാണ് നിന്റെ അച്ഛൻ ഈ ഒരു രീതിയിൽ മരിച്ചെന്നുള്ള കാര്യം അവന്റെ ക്ലാസ്സിലെ കുട്ടികളോട് എല്ലാവരോടും പറഞ്ഞത്. അതുമല്ല ഇപ്പൊ ആ ഒരു ടീച്ചർ എവിടെയാണെന്നുള്ള കാര്യവും ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം എന്താണെന്ന് നീ തന്നെ പറയുന്നതായിരിക്കും നല്ലത് എന്ന് നമ്മുടെ ഹീറോ പറയുന്നതും ഹീറോമി പറയും, സോറി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ വെളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരും വെളിയിലേക്ക് പറഞ്ഞുവിടാണ്. അതുകൊണ്ട് നമ്മുടെ ഹീറോ അവന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് വെളിയിലേക്ക് വരുന്നതും ഇവര് രണ്ടുപേരും വെളിയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഹീറോമി പെട്ടെന്ന് ബാത്റൂമിനകത്തേക്ക് കയറിയിട്ട് അവളുടെ ചീപ്പ് എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നിന്നും ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവള് ബാത്റൂമിൽ വരുന്ന സമയത്ത് ഇവളുടെ DNA പരിശോധിക്കാൻ വേണ്ടി ആ ഒരു മുടി അവൾ അവിടെ നിന്ന് എടുത്തോണ്ട് പോയിരുന്നു. വെളിയിൽ കാണിക്കുമ്പോൾ ആ ഒരു മുടി ഇപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സുഹൃത്താണെങ്കിലും കള്ളം പറഞ്ഞിട്ട് അതിനകത്തേക്ക് കയറിപ്പോയത്. അതേസമയം ഇവിടെ ആ ഒരു ആശുപത്രിയിൽ കാണിക്കുമ്പോൾ ഒരു അപ്പൂപ്പൻ വാതാവേ എന്ന് പറഞ്ഞ അയാളെ അറിയാവുന്ന ഒരേ ഒരു അപ്പൂപ്പൻ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ കോമയിൽ കിടക്കായിരുന്നു. അയാളിപ്പോ കണ്ണു തുറന്നെന്നും അതറിഞ്ഞ് നമ്മുടെ സൂഹി അവരുടെ കയ്യിലുള്ള ആ ഒരു രേഖാചിത്രം ഉണ്ടല്ലോ അതുകൊണ്ട് കാണിച്ചിട്ട് ഇത് വാതാബേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ അപ്പൂപ്പൻ ഒരു ബന്ധവും ഇല്ലാതെ വേറെ ആരുടെയോ പേരിങ്ങനെ പറയുന്നു. അപ്പോൾ വാതാബേയും അതേപോലെ തന്നെ കോശിക എന്ന് പറഞ്ഞിട്ട് ആ ഒരാളും അത് രണ്ടും ഒരാളാണെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ ഈ ഒരു അപ്പൂവൻ പറഞ്ഞത് ഈ 2 പേരുകളും അല്ല. അതുമല്ല ആ ഒരു അപ്പൂവൻ പറഞ്ഞ പേര് ഒരു ജാപ്പനീസ് പേരെങ്ങാണ്ടാണ്. അത് ചൈനീസിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് തിരിച്ചിട്ടല്ല ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് 16 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹീറോയുടെ അമ്മയോട് പറഞ്ഞ അതേ പേര് തന്നെയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാല് ഹീറോയുടെ അമ്മയുടെ ആ ഒരു കാമുകനുണ്ടല്ലോ
അയാൾ തന്നെയാണ് പല പേരുകളിൽ പലയിടങ്ങളിൽ ജീവിച്ചിരുന്നത്. പക്ഷെ ആളാരാണെന്ന് മാത്രം ഇപ്പോഴും അവർക്ക് വ്യക്തമായിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടില്ല. ഇവരുടെ കയ്യിൽ ആകെയുള്ളത് ആ ഒരു രേഖാചിത്രം മാത്രമാണ്. അങ്ങനെ ഇവർ ആദ്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയത്താണ് അവിടേക്ക് നമ്മുടെ ഹീറോ അങ്ങനെ ഡോർ തുറന്നു വരുന്നത്. അതുമല്ല, നമ്മുടെ ഹിരോമിയുടെ ആ മുടിയുണ്ടല്ലോ, അത് ലാബിലേക്ക് ടെസ്റ്റിന് അയച്ചിരുന്നല്ലോ. അത് പറഞ്ഞിട്ടാണ് ഇവിടെ ഒരു ഒന്നൊന്നര ടെസ്റ്റ് ഇങ്ങനെ പറയുന്നത്. എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ ഹിരോമിയുടെ ലാബ് ടെസ്റ്റില് അവളുടെ DNA റിസൾട്ടും അതേപോലെ തന്നെ പാലത്തിനടിയിൽ മരിച്ചു കിടന്ന അയാളുടെ DNA റിസൾട്ടും വെച്ച് മാച്ച് ചെയ്യുമ്പോൾ ഇത് രണ്ടും മാച്ച് ആവുന്നു. എന്താണെന്ന് വെച്ചാല് പാലത്തിനടിയിൽ മരിച്ചു കിടന്നത് നമ്മുടെ ഹിരോമിയുടെ അച്ഛനാണെന്ന് കണ്ടുപിടിക്കുന്നു. ആഹാ, ഇതൊരു ഒന്നൊന്നര ടെസ്റ്റ് ആയി പോയി. എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഹിരോമി പറഞ്ഞതുപോലെ 26 വർഷങ്ങൾക്ക് മുന്നേ അവളുടെ അച്ഛൻ ഒരിക്കലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചിട്ടില്ല. അവൾ പറഞ്ഞത് കള്ളമായിരുന്നു. അവളുടെ അച്ഛൻ മരിച്ചുപോയത് ഇപ്പോഴാണ്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ ഇവരോട് പറയുന്നതും ഇവിടെ നമ്മുടെ ഹിരോമിയെ കാണിക്കുമ്പോൾ അവളിപ്പോ അവളുടെ അമ്മയെ കാണാനായിട്ട് ഇങ്ങനെ ചെല്ലാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു ഭ്രാന്ത് പിടിച്ച സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരോട് നല്ല ദേഷ്യത്തില്, നിങ്ങള് എന്നെ അച്ഛനെ ഉപേക്ഷിച്ച് എന്റെ അച്ഛനെ ഇല്ലാത്ത കടവും വരുത്തി വെച്ച് നിന്റെ കാമുകനോടൊപ്പം പോയതിനു ശേഷം എനിക്ക് എന്താണ് സംഭവിച്ചെന്നറിയോ എന്നിങ്ങനെ പറയുന്നത് 26 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഹിരോമിക്ക് സംഭവിച്ച ആ ഒരു കാര്യം എന്താണെന്ന് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. നമ്മുടെ ഹിരോമിയുടെ അമ്മ അവളുടെ കാമുകനായിട്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് കടവും വാങ്ങി ഇവരെ ഉപേക്ഷിച്ച് അവരവിടെ നിന്ന് ഓടിപ്പോയതിനു ശേഷം കടം കൊടുത്തവരെല്ലാവരും ഹിരോമിയുടെ അച്ഛനെയാണ് വന്ന് അടിക്കുകയും അയാളെ ഉപദ്രവിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുമല്ല, അയാളോട് കാശ് ചോദിക്കുമ്പോഴത്തേക്കും അയാളുടെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് അത് അയാൾക്ക് കൊടുക്കാനും കഴിയത്തില്ല. അങ്ങനെ അവരെന്താ ചെയ്യുന്ന വെച്ചാല്, ശരി നിന്റെ മകളെ കൊണ്ട് എന്തായാലും ഇതിന് പരിഹാരം കാണാൻ കഴിയും, അതുകൊണ്ട് ഇവളെ ഞങ്ങൾ കൊണ്ടുപോകാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിരോമിയെ എടുത്തോണ്ട് പോകുന്നതും അവളുടെ അച്ഛനാണെങ്കിലും അവരുടെ കാല് പിടിച്ച്, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പണം ഞാൻ തരാം, എനിക്ക് കുറച്ച് നാളുകൂടി സമയം തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരെയും പറഞ്ഞു വിട്ട് അന്ന് രാത്രി തന്നെ ഇവര് രണ്ടുപേരും ആ ഒരു നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ഇവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. രണ്ടുപേരുടെ കയ്യിലാണെങ്കിലും പണവും ഇല്ല. കിട്ടുന്നത് കഴിച്ച് തന്റെ മകളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം, അത് മാത്രമായിരുന്നു ഹിരോമിയുടെ അച്ഛന്റെ ഒരേ ഒരു ലക്ഷ്യം. അങ്ങനെ ഇവര് രണ്ടുപേരും ഒരിടത്ത് ഇരിക്കുന്ന സമയത്താണ് ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളിനെ കുറിച്ചുള്ള ഒരു കാര്യം ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഇവർ കാണുന്നത്. ആ ഒരു ടെമ്പിളിന് ഒരു ചരിത്രമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടെമ്പിളിൽ മരിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ ആ ഒരു ടെമ്പിൾ ഉൾപ്പെടെ കത്തിച്ച് അതിനകത്ത് വെച്ച് മരിച്ചു പോവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം വായിച്ച് നമ്മുടെ ഹിരോമിയുടെ അച്ഛൻ പറയും, സ്വയം മരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ സ്വന്തം ശരീരം കത്തിച്ചു കളയാണോ വേണ്ടത്? ഇതെല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ പേടിയുണ്ട്. ഒരു പക്ഷേ മരിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം ശരീരം കത്തിച്ച് ഞാൻ ഒരിക്കലും മരിക്കത്തില്ല. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ തല കറങ്ങുന്നുണ്ട് എന്ന് നമ്മുടെ ഹിരോമിയോട് ഇങ്ങനെ പറയും. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്ത ദിവസം ഹിരോമിയുടെ അച്ഛൻ അവളെയും വിളിച്ചൊരു മലയുടെ മുകളിലേക്ക് ചെന്ന് നിൽക്കാണ്. ഇവിടെ നിന്ന് താഴേക്ക് ചാടി മരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവളുടെ അച്ഛൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹിരോമി വന്നിട്ട്, അച്ഛാ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ താൻ മരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകളെ ആര് നോക്കും, അതുകൊണ്ട് അവൾക്ക് വേണ്ടി ജീവിക്കാന്നുള്ള രീതിയിൽ ഒന്നുമില്ല മോളെ വാ പോവാന്ന് പറഞ്ഞിട്ട് ഹിരോമിയെയും കൂട്ടി ഒരു ഹോട്ടലിലേക്ക് ചെല്ലാണ്. എന്നിട്ട് ഇവർ നല്ല രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ഹോട്ടലിൽ വേറൊരാളെ ഇവർ കാണുന്നത്. അവന്റെ പേര് യോക്കോയാമ കസുതോഷി. അപ്പൊ ഈ ഒരു പേരാണ് കോമയിൽ കിടന്ന ആ ഒരു അപ്പൂപ്പൻ നമ്മുടെ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള സൂഹിയോട് പറഞ്ഞത്. അങ്ങനെ അയാൾ ഇവരെ രണ്ടുപേരെയും കാണുന്നതും ഹിരോമിയുടെ അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ട്, എന്റെ പേര് ഇതാണ്, അതേപോലെ തന്നെ അടുത്തുള്ള ഒരു പവർ പ്ലാന്റിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്, അതുമല്ല ഞാൻ ഈ ഒരു സ്ഥലക്കാരനൊന്നല്ല, വേറൊരു രാജ്യത്ത് നിന്ന് കുടിയേറി ഇവിടെ താമസിക്കുന്നതാണ്, അതുകൊണ്ട് ആ ഒരു കമ്പനിയിൽ ഒരു ID മാത്രമേ എനിക്കുള്ളൂ, എനിക്ക് കുടുംബവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഞാനാണെങ്കിൽ അടുത്തുള്ള വാനിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹിരോമിയുടെ അച്ഛനോട് ഇങ്ങനെ പറയുമ്പോൾ ഹിരോമിയുടെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളോട് ചോദിക്കും, സാർ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയൂ, എനിക്കൊരു ജോലി നിങ്ങളുടെ കമ്പനിയിൽ വാങ്ങി തരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അയാളെ കൊണ്ട് കഴിയത്തില്ല എന്നിങ്ങനെ പറയും. അങ്ങനെ ബില്ല് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിരോമിയുടെ അച്ഛൻ അങ്ങനെ എഴുന്നേറ്റ് പോകുന്നതും ഹിരോമി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അയാൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾ രണ്ടുപേരും എന്തായാലും ബുദ്ധിമുട്ടിലാണ്, എന്തോ ഒരു പ്രശ്നമായിട്ട് ഇവിടെ വന്നതാണെന്ന് എനിക്കറിയാം, അതില്ല നിന്റെ അച്ഛൻ്റെ കയ്യിൽ പണം ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയാം, നിനക്ക് എത്ര വയസ്സായി? അപ്പോൾ ഹിരോമി പറയും അവൾക്ക് 14 വയസ്സായെന്ന് പറയും. അപ്പോൾ അയാൾ പറയും, ഓക്കെ ശരി, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു വാനിലാണ് താമസിക്കുന്നത്, നീ അവിടേക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിരോമി അവളുടെ അച്ഛനും ഒരു വലിയ ഹോട്ടലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ഹിരോമി അവളുടെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇത് വലിയൊരു ഹോട്ടലല്ലേ, ഇവിടേക്ക് കൊടുക്കാനായിട്ട് പണം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നീ പേടിക്കാനൊന്നും വേണ്ട, എൻ്റെ കയ്യിൽ പണമുണ്ട്, നീ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ കുളിക്കാൻ പോകുന്ന സമയത്ത് ഹിരോമി ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് അവളുടെ അച്ഛൻ പറഞ്ഞതുപോലെ പണമൊന്നുമില്ല. അതുമില്ല, കാശില്ലാതെ എന്തായാലും അച്ഛൻ റൂം ബുക്ക് ചെയ്തു, ഇത് നാളെ എന്തായാലും വലിയൊരു പ്രശ്നമാവും, അതുകൊണ്ട് ആ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് അയാൾ പറഞ്ഞതുപോലെ രാത്രി എന്തായാലും അയാളുടെ അടുത്തേക്ക് ചെല്ലാന്നും പറഞ്ഞ് ഹിരോമി രണ്ടും കൽപ്പിച്ച് നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ അയാളായാലും ഹിരോമിയെ കണ്ട സന്തോഷത്തിൽ അവളെ വിളിച്ച് വാനിനകത്തേക്ക് കയറ്റുന്നതും കുറച്ചു കഴിഞ്ഞിട്ട് റൂമിൽ തന്റെ മകളെ കാണാത്തത് കൊണ്ട് ഹിരോമിയുടെ അച്ഛൻ അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന് അവിടെ എല്ലാം അന്വേഷിക്കുന്ന സമയത്താണ് ഹിരോമി അങ്ങനെ ഒരു പാലത്തിനടിയിൽ നിന്നും ഒരു ബാഗ് എടുത്തിട്ട് പേടിച്ച് കരഞ്ഞിങ്ങനെ ഓടിക്കൊണ്ടുവരുന്നു. അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹിരോമിയുടെ കയ്യിൽ നിറയെ രക്തം. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛനെ വാനിന്റെ അടുത്തേക്ക് കൊണ്ട് കാണിക്കുന്നതും വാൻ തുറന്ന് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ
അയാൾ ഇവളെ ഉപദ്രവിക്കുന്ന സമയത്ത് തന്നെ ഹിരോമി മൂർച്ചയുള്ളൊരു കമ്പുണ്ടായിരുന്നു ഈ ആഹാരമൊക്കെ എടുത്ത് കഴിക്കുന്ന, അത് വെച്ച് അയാളുടെ കഴുത്തിലേക്ക് കുത്തി അയാൾ അവിടെ വെച്ച് കൊല്ലുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഹിരോമിയുടെ അച്ഛൻ മറ്റൊരു പ്ലാൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അയാളുടെ ബാഗ് മറ്റു കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് തന്റെ മകള് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ കാറിനകത്തേക്ക് കയറിയ ആ ഒരു തെളിവുകളെല്ലാം നശിപ്പിച്ച് ഹിരോമിയോട് പറയും, മോളെ ഇനി മുതൽ ഞാൻ പറയുന്നത് മാത്രമേ നീ കേൾക്കാവൂ. ഈ ഒരു ബാഗ് എടുത്തിട്ട് നീ ഇപ്പൊ തന്നെ ഹോട്ടലിലേക്ക് തിരിച്ചു പോകണം. അതുമല്ല അതിനകത്തൊരു തുണിയുണ്ട്, അത് കെട്ടഴിച്ച് കളയണം. കാരണം യോക്കോയോമയുടെ വിരലടയാളം ആ ഒരു തുണിയിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മരിച്ച ആ ഒരാളുടെ. എന്നിട്ട് നാളെ രാവിലെ ആവുമ്പോൾ നീ ഹോട്ടലിലുള്ള ഒരു ജീവനക്കാരനോട് പറയണം എന്റെ അച്ഛനെ കാണാനില്ലാന്ന്. അച്ഛൻ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു വാനും എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. എന്റെ വസ്ത്രങ്ങൾ അവനെ ധരിപ്പിച്ച് അവനെ ഞാനൊരു പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടും. എന്നിട്ട് ഞാനാണ് മരിച്ചതെന്ന് വരുത്തി തീർക്കും. സത്യം പറഞ്ഞാൽ ഇന്ന് രാത്രി നിന്നെ ആ ഒരു ഹോട്ടലിൽ തനിച്ചാക്കി ആ ഒരു പാറക്കെട്ടിൽ നിന്ന് ചാടി മരിക്കാൻ തന്നെയാണ് ഞാനും തീരുമാനിച്ചത്. പക്ഷെ ഈ ഒരു കാര്യം സംഭവിച്ചതോടുകൂടി ഞാൻ ആ ഒരു തീരുമാനം മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മോളെ നീ എന്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവൾ ചോദിക്കും, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് ചോദിക്കുമ്പോൾ ഹിരോമിയുടെ അച്ഛൻ പറയും, അത് കഴിഞ്ഞിട്ട് അവന്റെ പേരിൽ പിന്നീട് ഞാൻ ജീവിക്കാൻ തുടങ്ങും. കാരണം അവന് കുടുംബക്കാരോ വേറെ ആരുമില്ല, അവനൊരു അനാഥനാണ്. നിന്റെ അച്ഛൻ മരിച്ചെന്ന് നീ ഹോട്ടലുകാരോട് പറയുമ്പോൾ അവർ നിന്നെ ഒരു അനാഥാലയത്തിലേക്ക് വിട്ടേക്കും. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് നീ നിന്റെ ജീവിതം ജീവിക്കണം, നീ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജീവിതം. അപ്പോൾ ഹിരോമി കരഞ്ഞോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ രണ്ടൊരു കണ്ടുമുട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഹിരോമിയുടെ അച്ഛൻ മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കുമ്പോൾ ഇവളെ ഒരിക്കലും പോയിട്ട് കാണാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിനക്ക് ചില കത്തുകൾ എഴുതും. ആ കത്ത് കിട്ടിയതിന് ശേഷം നമുക്ക് എവിടെ കണ്ടുമുട്ടാന്നെല്ലാം തീരുമാനിച്ച് പിന്നീടുള്ള കാലം അങ്ങനെ തന്നെ ജീവിക്കാന്ന് അവളോട് ഇങ്ങനെ പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് നീ സ്വയം ജീവിക്കാനായിട്ട് ഇനി മുതൽ പഠിക്കണമെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും അവിടെ വെച്ച് പിരിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത്രയാണ് നമ്മുടെ ഹിരോമിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ ഫ്ലാഷ് ബാക്ക് കഴിയുന്നതും ഹിരോമി അവളുടെ അമ്മയുടെ അടുത്ത് നിന്നും വെളിയിലേക്ക് വരുന്നതും. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലും ഇവരോടും നമ്മുടെ ഹിരോമി പറഞ്ഞ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ, ആ ഒരു കാര്യം ഇവരോടും പറയാണ്. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഹീറോ ആ ഒരു മലയുടെ മുകളിൽ അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ഇവിടെയൊക്കെ പോയല്ലോ, അതിലൂടെയാണ് ഹീറോയ്ക്ക് ഈ ഒരു കഥ മനസ്സിലായത്. അതുമല്ലാതെ അതിനുശേഷം ആ ഒരു ഫ്ലാഷ് ബാക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹിരോമി അവളുടെ അച്ഛനും പിരിഞ്ഞതിന് ശേഷം ഹിരോമി ഇപ്പോൾ കുറച്ചുകൂടി വലുതായി അവളൊരു നാടക നടിയായിട്ട് അഭിനയിക്കാനും തുടങ്ങി. അതുമല്ല നമ്മുടെ ഹിരോമിയുടെ അച്ഛനാണെങ്കിൽ എപ്പോഴും അവളോടൊപ്പം നിൽക്കാൻ കഴിയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് കാണണമെന്ന് തോന്നുമ്പോൾ പരസ്പരം കത്തെഴുതിയിട്ട് സമയം കിട്ടുമ്പോഴല്ലേ ഇവരാരും അറിയാതെ പരസ്പരം കാണുന്നത്. ഇങ്ങനെ ഇവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്തിന് നമ്മുടെ ഹിരോമി ആണെങ്കിലും നാടക നടിയിൽ നിന്നും പതിയെ ഒരു ഡയറക്ടറായിട്ട് മാറി. അതുമല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹിരോമിക്ക് ആ ഒരു ടീച്ചറിനും റിലേഷൻ ആവുന്നതും അതേപോലെ തന്നെ ഹിരോമിയുടെ അച്ഛനും നമ്മുടെ ഹീറോയുടെ അമ്മയും തമ്മിൽ റിലേഷൻ ആവുന്നത്. അപ്പോൾ ഹിരോമി അല്ല അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ പുതിയൊരാളെ കണ്ടുപിടിച്ചല്ലോ, നിങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ കല്യാണം കഴിക്കുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ച് നല്ല സന്തോഷത്തോടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടുപേരും ഒരു ദിവസം ഒരു ഹോട്ടൽ റൂമിൽ മീറ്റ് ചെയ്തിട്ട് ഹിരോമിയുടെ അച്ഛൻ വെളിയിലേക്ക് വരുന്ന സമയത്താണ് ഹിരോമിയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ആ ഒരു ടീച്ചർ, അയാൾ ഇത് രഹസ്യമായിട്ട് കണ്ടുപിടിച്ച് നിങ്ങൾ ഹിരോമിയുടെ അച്ഛനാണോ, എന്താണ് സത്യത്തിൽ നടക്കുന്നതെന്ന് എന്നോട് പറയണം എന്നുള്ള രീതിയിൽ അവൻ ആ ഒരു കാര്യം കണ്ടുപിടിച്ച് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കാണിക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ ഹിരോമിയുടെ അച്ഛൻ അവളെ വിളിച്ചിട്ട്, മോളെ ഞാൻ ജീവനോടുള്ള കാര്യം ഒരാൾക്ക് മനസ്സിലായി, അതുകൊണ്ട് നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് എന്തായാലും കാണണ്ട, അതിനു വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓരോ മാസവും ഓരോ പാലത്തിനടിയിൽ വെച്ചിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അങ്ങനെ ഈ ഒരു പാലത്തിനടിയിൽ വെച്ച് കാണുന്ന ആ ഒരു പ്ലാൻ പിന്നീടാണ് അവർ നടത്തുന്നത്. എന്നിട്ട് പാലത്തിനടുത്ത് വന്ന് ആരും അറിയാത്ത രീതിയിൽ രണ്ടുപേരും ഫോണിലൂടെ പരസ്പരം നോക്കി തന്നെ സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവരെ രണ്ടുപേരും ആരും പെട്ടെന്ന് കണ്ടുപിടിക്കത്തുമില്ല. കാരണം ഹിരോമിയുടെ അച്ഛനാണ് അയാളെന്ന് മറ്റുള്ളവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വലിയൊരു കുഴപ്പത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് അവർ ഈ ഒരു രീതിയിൽ പരസ്പരം കണ്ടുമുട്ടുന്നത്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 13-ാം തീയതി ഓഷിതാനി ഹിരോമിയുടെ അമ്മയെക്കുറിച്ച് പറയാനായിട്ട് ഹിരോമിയെ വന്ന് കണ്ടതിന് ശേഷം 14-ാം തീയതി അവള് തിരിച്ചു പോകാതെ അവൾ നടത്തുന്ന ആ ഒരു നാടകം കാണാനായിട്ട് അവിടേക്ക് വരുന്നത്. അങ്ങനെ ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് ആ ഒരു ദിവസം നമ്മുടെ ഹിരോമിയുടെ അച്ഛനും ആ ഒരു ഷോ കാണാൻ വരുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഓഷിതാനി ഹിരോമിയുടെ അച്ഛനെ കാണുന്നത്. അപ്പോൾ മരിച്ചുപോയ ഒരാള് ഇവിടെ എങ്ങനെ ജീവനോടെ വന്നു എന്നുള്ള രീതിയിൽ ഓഷിതാനി ഹിരോമിയുടെ അച്ഛനോട് പോയി ഇങ്ങനെ സംസാരിക്കുന്നതും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം CCTV ഫൂട്ടേജിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ പോലീസ് സ്റ്റേഷനിൽ എല്ലാവർക്കും ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് ഹിരോമിയുടെ അച്ഛൻ. അയാളോട് ഓഷിതാനി ചെന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ മുഖഭാവം മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു? ഒരുപക്ഷെ അയാൾ ജീവനോടുള്ള കാര്യം ഓഷിതാനി വെളിയിൽ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്റെ മകൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഹിരോമിയുടെ അച്ഛൻ ഓഷിതാനിയെ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത്.
എന്നുള്ള കാര്യം നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുന്നതും, അങ്ങനെയാണെങ്കിൽ ഹിരോമിയുടെ അച്ഛൻ ആരായിരിക്കും കൊന്നത് എന്നുള്ള കാര്യം എല്ലാവരും ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഹിരോമി തന്നെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്വന്തം അച്ഛനെ എന്തിനാ ഹിരോമി കൊല്ലുന്നത് എന്നിവർ ചോദിക്കുമ്പോൾ ഹീറോ പറയും അത് അവളോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ നേരെ ഹിരോമിയെ കാണാനായിട്ട് അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ഹിരോമിക്ക് ആൾറെഡി തന്നെ അറിയാം നമ്മുടെ ഹീറോ എന്തായാലും എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന്. അതുമല്ല, ഇന്നാണെങ്കിൽ അവളുടെ നാടകത്തിന്റെ അവസാന ഒരു ഷോ ആണ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോ നടക്കാൻ പോവാണ്. അതുകൊണ്ട് അവനെ വിളിച്ചിട്ട് ഒരു സ്പെഷ്യൽ റൂമുണ്ട് ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇനി നിനക്ക് സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞിട്ട് നടന്ന കാര്യം എന്താണെന്ന് അവൾ ഇങ്ങനെ പറയാണ്. നേരത്തെ സംഭവിച്ചതുപോലെ തന്നെ 14-ാം തീയതി ഓഷിതാനിയെ കൊന്നതിന് ശേഷം 16-ാം തീയതി ഹിരോമിയെ കാണണമെന്ന് പറഞ്ഞ് അവളുടെ അച്ഛൻ അവളെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഒരു പാലത്തിന് മുകളിൽ കണ്ടുമുട്ടാണ്. എന്നിട്ട് അത്രയും നാളും ഇവർ രണ്ടുപേരും പരസ്പരം അടുത്തു വന്ന് ഇങ്ങനെ സംസാരിക്കുന്നില്ല, ഫോൺ വഴിയാണ് മാറി നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് അവളുടെ അച്ഛൻ പറയും ഞാൻ നിന്റെ അടുത്തേക്ക് ഒന്ന് വന്നോട്ടെ എന്ന് ചോദിച്ച് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളോട് ഇങ്ങനെ സംസാരിച്ചിട്ട് അവൾക്കും അതേപോലെ തന്നെ നമ്മുടെ ഹീറോയ്ക്കും 2 ലെറ്റർ എഴുതി ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് അതിലൊന്ന് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കണമെന്ന് പറയും, ഒന്ന് നീയും വായിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് ആ ഒരു മലയുടെ മുകളിൽ നിന്ന് അയാൾ ചാടാനായിട്ട് നിൽക്കുന്ന സമയത്ത് അവൾ വന്ന് വിളിക്കുമ്പോൾ ഒരു നോട്ടം നോക്കുമല്ലോ, അതേപോലെ ഒരു നോട്ടം നോക്കിയിട്ടാണ് അവളുടെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഹീരോമിക്കും എന്താണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതെന്ന് അറിയാതെ അവളാണെങ്കിലും അവളുടെ അച്ഛനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുന്നതും രാത്രി ഒരു പാലത്തിനടിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെറിയൊരു ടെന്റ് ഉണ്ട്. ആ ഒരു ടെന്റിലേക്ക് പെട്രോൾ എല്ലാം ഒഴിച്ചിട്ട് തന്നെ കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നതും അവിടെ ചെന്ന് ഇത് കണ്ട നമ്മുടെ ഹിരോമി അച്ഛാ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇതെല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് മോളെ എന്നിങ്ങനെ പറയുന്നതും കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ നിനക്കൊരു കുഴപ്പവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. ആദ്യം നമ്മുടെ ഹിരോമിയുടെ ലവർ ആയിട്ടുള്ള ഒരു ടീച്ചർ ഉണ്ടല്ലോ, അയാള് ഇവരുടെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ആ ഒരു സമയത്ത് അയാളെ നമ്മുടെ ഹിരോമിയുടെ അച്ഛൻ കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം ആ ഒരു ടീച്ചറിനെ ഇതുവരെയും മറ്റാരും കണ്ടിട്ടുമില്ല. അതുമല്ലാതെ നിന്റെ കാമുകനാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല, എന്നോട് ക്ഷമിക്കുമോളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓഷിതാനി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ അവളെയും കൊന്നത് താനാണെന്ന് ഇങ്ങനെ പറയും. കാരണം എന്താ വെച്ചാല് ഈ സത്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീരോമിയുടെ ജീവിതത്തിലായിരിക്കും അത് ബാധിക്കുന്നത്. അതുകൊണ്ട് ഞാനും ഇതോടെ ഇല്ലാതാവാൻ പോവാണ്, എനിക്ക് വയസ്സായെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഹിരോമി പറയും ഇല്ലല്ല ഒരിക്കലും അത് ഞാൻ സമ്മതിക്കത്തില്ല, അച്ഛനെ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, മറ്റാരും കാണാത്തൊരു സ്ഥലത്തേക്ക് എന്നിങ്ങനെ പറയുമ്പോൾ ഹിരോമിയുടെ അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലവും ഞാൻ മറ്റാരും കാണാതെ ഒളിച്ച് മറ്റൊരാളുടെ പേരിലാണ് ജീവിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ വയസ്സായി മോളെ, ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ തന്നെ പറയാണ് എല്ലാം അവസാനിപ്പിക്കാൻ സമയമായി എന്നിങ്ങനെ പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടിട്ട് അയാളെ ദേഹത്തേക്കെല്ലാം പെട്രോൾ ഒഴിക്കുന്ന സമയത്താണ് അവൾ വീണ്ടും തിരിച്ചു വന്നിട്ട് അവളുടെ അച്ഛനോട് പറയുന്നത് അച്ഛൻ ഇതിന് മുന്നേ എന്നോടൊരു കാര്യം പറഞ്ഞു തോർക്കുന്നുണ്ടോ, ആ ഒരു ടെമ്പിളിനകത്ത് ഒരാൾ തീ പിടിച്ച് മരിച്ചപ്പോൾ അതുപോലെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തില്ല, ആ ഒരു കാര്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ എന്റെ ശരീരം വിറയ്ക്കും എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു തോർക്കുന്നുണ്ടോ, എന്നിട്ടാണ് അച്ഛൻ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ അച്ഛൻ മരിക്കണ്ട, ഞാൻ തന്നെ അത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവളുടെ അച്ഛന്റെ കഴുത്ത് അങ്ങനെ പിടിച്ച് ഞെരിക്കുന്നതും അയാൾ സന്തോഷത്തോടെ തന്നെ തന്റെ മകളാണല്ലോ അയാളെ കൊല്ലുന്നത്, അതുകൊണ്ട് അയാളും സന്തോഷത്തോടെ തന്നെ അവിടെ വെച്ച് മരിക്കുന്നതും. അത് കഴിഞ്ഞ് തന്റെ അച്ഛനെ കൊന്നതിന് ശേഷം അവളാണ് ആ ഒരു ടെന്റിന് തീ വെച്ച് അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഇതാണ് സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ സംഭവിച്ചത്. അങ്ങനെ ഈ ഒരു കഥയെല്ലാം പറഞ്ഞു കഴിയുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിലും നമ്മുടെ സെക്കൻഡ് ഹീറോ സൂഹി പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട് ഹിരോമിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അവളെ കൊണ്ടുപോകുന്നതിന് മുന്നേ ഹിരോമിയുടെ അച്ഛൻ നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ അവളുടെ കയ്യിൽ കൊടുത്തിരുന്നല്ലോ, ആ ഒരു ലെറ്റർ ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോ ആ ഒരു ലെറ്റർ വാങ്ങിക്കൊണ്ട് പോയിട്ട് അതെന്താണെന്ന് തുറന്ന് വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഹീറോയുടെ അമ്മ അവന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ഹീറോയെയും അവന്റെ അച്ഛനെയും തനിച്ചാക്കി അവളുടെ അമ്മ ഒളിച്ചോടി പോയത് വേറൊന്നും കൊണ്ടല്ല, അവരൊരു വിഷാദ രോഗിയായതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഹീറോയ്ക്ക് 10 വയസ്സുള്ള സമയത്ത് ഈ ഡിപ്രഷൻ കാരണം ഹീറോയുടെ അമ്മ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് താനും മരിച്ച് തന്റെ മകനെ കൊല്ലാന്നുള്ള രീതിയിൽ വരെ അവർ ചിന്തിച്ചിട്ട് പെട്ടെന്ന് അവർ സ്വയബോധത്തിൽ എത്തുമ്പോഴത്തേക്കും അവർ ചെയ്യാൻ പോകുന്നത് എത്ര വലിയ തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരുടെ ആ ഒരു അസുഖം കാരണം തന്റെ കുടുംബത്തിനൊന്നും സംഭവിക്കരുത്, അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയെയും അവന്റെ അച്ഛനെയും ഉപേക്ഷിച്ച് അവരവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടി വന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോ ഒരു ജൂഡോ മാസ്റ്റർ ആവുന്നത്, പിന്നീട് ഹീറോയുടെ ഓരോ വളർച്ച, ഇതെല്ലാം ഹീറോയുടെ അമ്മ മറ്റൊരിടത്തിരുന്ന് കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഹീറോമിയുടെ അച്ഛനുമായിട്ട് അവർക്ക് സ്നേഹമായി അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ അമ്മയ്ക്ക് അവനോട് ഇഷ്ടക്കുറവ് കൊണ്ടൊന്നല്ല, ഈ ഒരു അസുഖം കാരണം തന്റെ കുടുംബത്തിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിൽ നിന്നും ഓടി ഒളിച്ചത്. അങ്ങനെ നമ്മുടെ ഹീറോ പല വർഷമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഒരു ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടി. തന്റെ അമ്മ എന്തുകൊണ്ട് തന്നെ ഉപേക്ഷിച്ച് പോയി. ദി ക്രൈം ദാറ്റ് ബൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇത്തിരി ലെങ്ത് കൂടുതലാണെന്നറിയാം, എന്നിരുന്നാലും നിങ്ങളുടെ മൂവി എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതേപോലെ മറക്കാതെ നമ്മുടെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.